ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഡിഷ് വാഷ് ബാർ എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നതാണ്. അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്രദമായ ഇതുപോലുള്ള വീഡിയോകൾക്കായി ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഡിഷ് വാഷ് ഉണ്ടാക്കുന്നതിനായി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചെറുനാരങ്ങയും വിനെഗറും ഉപ്പും മാത്രമാണ്. അപ്പോൾ ഇത് 6 ചെറുനാരങ്ങ കട്ട് ചെയ്ത് ഞാൻ നന്നായി വേവിച്ചെടുത്ത് വെച്ചതാണ്. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുത്ത് വെച്ചതാണ്. ഇപ്പോൾ നമുക്ക് ചെറുനാരങ്ങയുടെ തൊണ്ട് ഉപയോഗിച്ചും ഇതുണ്ടാക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചെറുനാരങ്ങയാണ്. തൊണ്ടാകുമ്പോൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂട്ടിയിട്ടാൽ മതിയാവും. നമ്മൾ ഉപയോഗിച്ച് ചെറുനാരങ്ങയുടെ തൊണ്ട് സാധാരണ കളയാറാണല്ലോ പതിവ്. അപ്പോൾ അത് ഇതിലേക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുക്കുകയാണ്. ഞാനത് അടിച്ചെടുത്തിട്ട് അരിക്കാനായി ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. അപ്പോൾ നാരങ്ങയുടെ തൊണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഇതരിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ നന്നായി ഒരു കൈ കൊണ്ട് പിടിച്ച് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. നമ്മൾ അരിച്ചെടുത്ത് കഴിഞ്ഞു. കണ്ടോ, ഒരു സത്ത് മുഴുവൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് കണ്ടോ, നമുക്കൊന്ന് അടുപ്പിലേക്ക് വെച്ച് കത്തിക്കാം. ചെറിയ ഫ്ലെയിമിൽ കത്തിക്കുക. ഒരു സ്പൂണ് കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു വെള്ളം ഒഴിച്ച ആ കപ്പിൻ്റെ അത്രയും അളവിൽ ഒരു 3/4 കപ്പോളം വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഉപ്പ് വളരെ നല്ലതാണ് പാത്രങ്ങളൊക്കെ വൃത്തിയാവാനും അതുപോലെ പാത്രങ്ങളിലെ കീടാണുക്കളെ നശിപ്പിക്കാൻ ഉപ്പ് വളരെ നല്ലതാണ്. ഇത് നമ്മൾ നന്നായി ഒന്ന് തിളപ്പിക്കണം. ഞാനൊന്ന് ഫ്ലെയിം കൂട്ടിയിടാം. നമുക്കിത് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. അടിയൊന്നും പിടിക്കാതെ ശ്രദ്ധിക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ പൊങ്ങി വരും, പൊങ്ങി വരാത്തൊന്ന് ശ്രദ്ധിക്കണം. നന്നായി ഇളക്കി ഒന്നും കൂടി അതിലെ ഒന്ന് കുറുക്കാവുന്ന പോലെ നന്നായി തിളപ്പിച്ചെടുക്കുക. കണ്ടോ, പൊങ്ങി വരുന്ന കണ്ടോ. തീയൊന്ന് കുറയ്ക്കാം. പതഞ്ഞ് പൊങ്ങിയാൽ നല്ല ശരിക്കും നമ്മുടെ ഡിഷ് വാഷിൻ്റെ മണം തന്നെ വരുന്നുണ്ട്. നമ്മുടെ ലെമൺ അടങ്ങിയ ഡിഷ് വാഷിൻ്റെ മണമാണ് വരുന്നത്. ശരിക്കും ഇതാണ് ചെറുനാരങ്ങയുടെ ശക്തി അടങ്ങിയത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിലൊക്കെ പേരിന് മാത്രമേ ഉള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ ചെറുനാരങ്ങയുടെ ശക്തി അടങ്ങിയ ഡിഷ് വാഷ്. നമുക്ക് വീട്ടിൽ നമ്മൾ ഇനിയിപ്പോൾ വേനൽക്കാലത്തൊക്കെ ധാരാളം ചെറുനാരങ്ങ ഉപയോഗിക്കും. ആ സമയത്ത് ചെറുനാരങ്ങയുടെ തൊണ്ടുകളൊക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് എല്ലാ ആഴ്ചയും ആവശ്യമുള്ള ലിക്വിഡ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഉണ്ടോ, ഇതൊന്നും കൂടി നന്നായി ലിക്വിഡാക്കി എടുക്കണം. നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് റെഡിയാണ്. ഇത് ഒരു കുപ്പിയിലാക്കി വെക്കുക. എന്നിട്ട് പാത്രം കഴുകുന്ന സമയത്ത് കുറച്ച് സ്ക്രബ്ബറിലേക്ക് ഒഴിച്ചിട്ട് തേക്കുക. ഇത് എണ്ണമെഴുക്കും നെയ്യുടെ മെഴുക്കൊക്കെ കളയാൻ ശക്തിയുള്ളതാണ്. കാരണം ചെറുനാരങ്ങയുടെ സത്താണിത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.